സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതുപോലത്തെ വാച്ചിന്റെ പരസ്യം കാണാറുണ്ട്. ഇതൊരു കോപ്പി വാച്ചാണ്. 3000 രൂപയ്ക്ക് ഇത്രയും നല്ല വാച്ച് കിട്ടുമോ എന്ന് നമുക്ക് പലപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട്. മാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്യാനൊന്നും മടിക്കും. കാരണം എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ പൈസ കൊടുത്താൽ നഷ്ടപ്പെടുമോ എന്ന് നമുക്കറിയില്ലല്ലോ. എനിവേ ഞാൻ ഒരെണ്ണം വാങ്ങി. ആ വാച്ചിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വാച്ച് ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിട്ട് ഞാനത് പോയിട്ട് ഓർഡർ ചെയ്തതാണ്. നല്ല കനമുണ്ട് കേട്ടോ, നല്ല സൂപ്പർ കനമാണ്. അതുപോലെ ഈ ഒരു ഡയലില്ലേ, ഇത് നല്ല വലിപ്പമാണ്. അതുപോലെ സെക്കൻഡ് സൂചി ഒന്നും ഈ വാച്ചിനില്ല. നമ്മളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഗോപുരത്തിന് നടുക്ക് ഒരു ക്ലോക്ക് പോലത്തെ റൗണ്ട് ഇല്ലേ, അത് കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ കറങ്ങി നിൽക്കും. പിന്നെ സ്ട്രാപ്പിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവുന്നൊന്നുമില്ല. നല്ലൊരു ബ്രാൻഡ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ആ വാച്ചിലൊക്കെ ഒന്ന് പിടിച്ചെടുക്കുമ്പോൾ. അതുപോലെ വാച്ച് ഇടുന്ന ആ ഒരു ലോക്കാണെങ്കിലും നല്ല ക്വാളിറ്റി ലോക്കാണ്. പെട്ടെന്നൊന്നും വിട്ടുപോരുകയോ പെട്ടെന്നൊന്നും ഡാമേജ് ആവുകയോ ഇല്ല. കാരണം നമുക്കൊരു പ്രോഡക്റ്റ് കാണുമ്പോഴും അത് തൊടുമ്പോഴും അതിന്റെ ഒരു പവറും ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും, അത് മനസ്സിലാവും. അത് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, പെട്ടെന്നൊരു കംപ്ലൈന്റ് വരത്തില്ല. പിന്നെ നമുക്ക് ഈ വാച്ചിന്റെ ഡയലിന്റെ പുറകുവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രൂ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തേക്കുവാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആവണം, കാര്യം അതുപോലെ ടൈറ്റ് ആണ് ഇത്. നമ്മൾ ഒരു വട്ടം അഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതി ഭംഗിയൊക്കെ പോയി. പക്ഷെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്ക്രൂ ഒക്കെ ഇട്ട് നല്ല ഈ കരുത്തുറ്റ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ വാച്ചിന്റെ സ്വിച്ചുകളൊക്കെ വർക്കാണ്, നല്ല കണ്ടീഷനാണ്. പക്ഷെ ഞാനൊരിക്കലും നിങ്ങളോട് ഈ വാച്ച് മേടിക്കാൻ പറയത്തില്ല. കാരണം ഇതൊരു ഭയങ്കര ഷോ വാച്ചാണ്. ഇതിൽ പെട്ടെന്ന് നമുക്ക് സമയം നോക്കിയെടുക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വാച്ചിന് ആൾക്കാർ കണ്ണെടുക്കുകയില്ല, അത്രയും ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഈ ഗോപുരത്തിന്റെ സിമ്പിൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സമയം ഒറ്റ നോട്ടത്തിൽ കിട്ടുകയില്ല. സൂക്ഷിച്ചൊക്കെ നോക്കണം, ഇരുട്ടത്തൊക്കെയാണ് പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഷോ ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാച്ച് നിങ്ങൾ മേടിച്ചാൽ മതി. അതുപോലെ ഞാൻ വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ഫോൺ നമ്പറാണ്, ആ ഫോൺ നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുക. ടെലിഗ്രാമിൽ അവരുടെ വാച്ചിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക. അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവര് അതിന്റെ കുറേ ഫോട്ടോസ് വരും, ഒരുപാട് ഫോട്ടോസ് വാച്ചിന്റെ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് സെലക്ട് ചെയ്തെടുക്കുക. അതാണ് ഇതിന്റെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇത് ഇ കാർട്ട് വഴിയാണ് നമ്മളിലേക്ക് എത്തുക. എനിക്കിത് വാച്ച് മേടിച്ചപ്പോൾ 3000 രൂപയാണ് ഈ വാച്ചിന്റെ ചെലവായത്. അപ്പൊ ഈ വാച്ച് വരുമ്പോൾ നമ്മളത് കൊണ്ടുവരുമ്പോൾ മുതലുള്ള വീഡിയോസ് എടുത്ത് വെക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അവരത് മാറ്റിത്തരും. ടെലിഗ്രാമിലൂടെ ഇവർ നമുക്ക് വാച്ചിന്റെ പിക്ചേഴ്സ് അയച്ചു തരും. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഏത് മോഡൽ അല്ലെങ്കിൽ ഏത് കളർ വാച്ചാണ് അല്ലെങ്കിൽ കുറേ മോഡലുകളുണ്ട്, അതിലേതാണ് നമുക്ക് ഇഷ്ടം അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി അവർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 രൂപ കൂടിയിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിന്റെ പ്രൊസീജിയർ ആരംഭിക്കുക. ഒരു 10-15 ദിവസമൊക്കെ പിടിക്കും ഇത് നമ്മളിലേക്ക് എത്താനായിട്ട്. പക്ഷെ ഇവര് നമ്മളോട് പറയുക 2 ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാം, 3 ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാം എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും വിശ്വസിക്കണ്ട. പിന്നെ ഫസ്റ്റ് നമ്മൾ 200 കൊടുക്കുന്നു. പിന്നെ ഈ കാർട്ടിന്റെ ആൾ വരുമ്പോൾ 2950 രൂപ ബാക്കി നമ്മൾ കൊടുത്താൽ മതി. ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അപ്പൊ ഏറ്റവും നല്ലത് ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നതാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഫസ്റ്റ് നമ്മളൊരു എമൗണ്ട് വാച്ചൊക്കെ കിട്ടുന്നതിന് മുമ്പ് 200 രൂപ അയച്ചു കൊടുത്തത്. ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ടാണ് അയച്ചു കൊടുത്തത്. ഒരു 500 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് വേണ്ടാന്ന് വെച്ചേനെ. അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇത് ഈ കാർട്ട് ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിലോട്ട് സാധനം എത്തിച്ചേക്കുന്നതാണ്. അപ്പൊ ഈ ഒരു വാച്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് സമയം നോക്കാനായിട്ട് ഇത് പറ്റുകയില്ല. ഇതൊരു ഷോ വാച്ചാണ്. അപ്പൊ ഈ ഒരു മോഡൽ വാച്ച് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം മേടിക്കുക. പെട്ടെന്ന് ഒരു ഇരുട്ട സമയത്തോ അല്ല ഒരു ഇരുട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സമയം നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഷോ ആയിട്ടാണെങ്കിൽ ഇത് സൂപ്പറാണ്. ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. സ്ട്രാപ്പ് ആയാലും അതിന് ലോക്കിംഗ് ആയാലും ഒക്കെ വളരെ സൂപ്പറാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സാധനം വാങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇട്ട് ചോദിക്കുക ഇപ്പോഴത്തെ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. അപ്പോൾ ഉറപ്പായിട്ട് റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.